വൻതോതിൽ കറുത്ത നിറത്തിലുള്ള മലിനജലം ഒഴുകിയെത്തുന്നു. നെന്മണിക്കര, മണലി, മടവാക്കര, കാച്ചക്കടവിലാണ് ശുചിമുറി മാലിന്യമടക്കമുള്ള മാലിന്യം ഒഴുകിയെത്തുന്നത്. കുറുക്കഞ്ചേരി കൊടുങ്ങല്ലൂർ റോഡ് വികസനം CC മുകുന്ദൻ MLA നേതൃത്വത്തിൽ യോഗം ചേർന്നു. പാലക്കൽ സെന്ററിലെ കോൺക്രീറ്റിംഗ് ഒരാഴ്ചയ്ക്കുള്ളിൽ പൂർത്തീകരിക്കാൻ തീരുമാനം. അന്തിക്കാട് പുത്തൻ കോവിലകം കടവ് പാലത്തിന്റെ അടിഭാഗത്തെ കോൺക്രീറ്റ് ദ്രവിച്ച് ഇരുമ്പു കമ്പികൾ പുറത്തേക്ക് അടർന്നു മാറിയ നിലയിൽ. പാലം അടിയന്തരമായി പുനർനിർമ്മിക്കണമെന്ന ആവശ്യവുമായി കർഷകർ. വാർത്തകൾ വിശദമായി. മണലിപ്പുഴയിലേക്ക് വൻതോതിൽ കറുത്ത നിറത്തിലുള്ള മലിനജലം ഒഴുകിയെത്തുന്നു. നെന്മണിക്കര, മണലി, മടവാക്കര റോഡിലെ കാച്ചക്കടവിലാണ് മലിനജലം എത്തുന്നത്. ശുചിമുറി മാലിന്യം അടക്കമുള്ള മാലിന്യം ഒഴുകിയെത്തുന്നതായി നാട്ടുകാർ പറയുന്നു. മണലിപ്പുഴയിൽ കറുത്ത വെള്ളം വലിയ തോതിൽ ഒഴുകുന്നതോടെ പ്രദേശത്തെ കിണറുകളിലെ ജലവും നാശോന്മുഖമായി. തലൂർ കായൽ പരിസരത്ത് നിന്നും എത്തുന്ന മാലിന്യമാണ് മണലിപ്പുഴയെ കൊല്ലുന്നത്. അസഹനീയമായ ഗന്ധം നാട്ടുകാരെ വലയ്ക്കുകയാണ്. ജൈവവും അജൈവവുമായ മാലിന്യം തള്ളിയതോടെ മണലിപ്പുഴ ഒരു കുപ്പത്തൊട്ടിയായി മാറി. തരിശിട്ട പാടങ്ങളിൽ തള്ളുന്ന ശുചിമുറി മാലിന്യങ്ങളും ആശുപത്രി മാലിന്യങ്ങളുമാണ് മണലിപ്പുഴയെ മലിനീകരിക്കുന്നത്. നിരവധി ചരക്ക് വാഹനങ്ങളും മറ്റു വാഹനങ്ങളും പാർക്ക് ചെയ്യുന്ന ടോൾ പ്ലാസയ്ക്ക് സമീപത്തു നിന്നുള്ള മാലിന്യങ്ങളും പ്രദേശത്ത് മാലിന്യ സംസ്കരണ സംവിധാനങ്ങൾ ഇല്ലാതെ പ്രവർത്തിക്കുന്ന വർക്ക്ഷോപ്പുകളും ഹോട്ടലുകളും പുറന്തള്ളുന്ന മാലിന്യങ്ങളും അലക്ഷ്യമായി റോഡിനിരുവശവും തള്ളുന്നത് പതിവാണ്. എല്ലാ മാലിന്യങ്ങളും അറക്കപ്പാടം വഴി മണലിപ്പുഴയിൽ എത്തുമ്പോഴാണ് പുഴ മലിനമാകുന്നത്. ഒരു നാടിന്റെ കുടിനീരും ആരോഗ്യ പരിരക്ഷയുമാണ് ഇതുവഴി അപകടത്തിലാകുന്നത്. അസഹനീയമായ ദുർഗന്ധം വമിക്കുന്നത് മൂലം വീടുകളിൽ പോലും ഇരിക്കാൻ സാധിക്കാത്ത അവസ്ഥയാണെന്ന് നാട്ടുകാർ പറയുന്നു. എന്റെ വീട് ഇതിന്റെ അപ്പുറത്താണ്. ഇവിടെ നമുക്ക് ഇരിക്കാനോ ഭക്ഷണം കഴിക്കാനോ പറ്റാത്തൊരു സാഹചര്യമാണ് ഇപ്പോൾ ഈ മണ്ണടിച്ചിട്ട്. ഇത് എന്തുകൊണ്ട് വരുന്നു എന്നുള്ളത് നമുക്കറിയില്ല. അത് അന്വേഷിക്കേണ്ട ആളുകൾ അന്വേഷിക്കട്ടെ. ഇത് തന്നെയല്ല, ഇത് കുടിവെള്ളം കൂടി പോകുന്ന ഒരു പുഴയാണ്. നമ്മുടെ കുടിവെള്ളം എടുക്കുന്നത് ഇതിന്റെ കുറച്ച് അപ്പുറത്തു നിന്നാണ്. അപ്പൊ ഇതുപോലെ ഇത്രയും മലിനമായ വെള്ളം ഇവിടെ വന്നിട്ട് നമ്മുടെ ഈ ഭാഗത്തുള്ള വീട്ടുകാർക്ക് ഒരാൾക്ക് കൂടി ഇരിക്കാൻ പറ്റുന്നില്ല. പുഴയിലെ വെള്ളത്തിന്റെ ലവണാംശം കൂടി കുളവാഴ, ചണ്ടി എന്നിങ്ങനെ അനിയന്ത്രിതമായ വളർച്ചയുണ്ടാകുന്നു. പുഴയിൽ കാച്ചക്കടവിന് 500 മീറ്റർ താഴെ എറവക്കാട് കുടിവെള്ള പദ്ധതിയിലെ പമ്പിംഗ് കഴിഞ്ഞ വർഷങ്ങളിൽ പലപ്പോഴും അവതാളത്തിലായിരുന്നുവെന്നും പുഴയുടെ ഓരത്തുള്ള കിണറുകളെക്കുറിച്ചുള്ള പരിഷത്ത് പഠനത്തിൽ കിണറുകളിലെ വെള്ളത്തിന്റെ നിറം, മണം, കട്ടി എന്നിങ്ങനെ ഗുരുതരമായി ബാധിച്ചിരുന്നതായും കേരള ശാസ്ത്ര സാഹിത്യ പരിഷത്ത് പ്രവർത്തകനായ KK അനീഷ് കുമാർ പറഞ്ഞു. മണലിപ്പുഴയെ സംരക്ഷിക്കുന്നതിനുള്ള നടപടികൾ സ്വീകരിക്കാൻ അധികൃതർ തയ്യാറാകണമെന്ന് നാട്ടുകാർ ആവശ്യപ്പെട്ടു. TCV പുതുക്കാട്. കുറുക്കഞ്ചേരി കൊടുങ്ങല്ലൂർ റോഡ് വികസനം നടപ്പിലാക്കുന്നതുമായി ബന്ധപ്പെട്ട CC മുകുന്ദൻ MLA നേതൃത്വത്തിൽ യോഗം ചേർന്നു. പാലക്കൽ സെന്ററിലെ കോൺക്രീറ്റിംഗ് ഒരാഴ്ചയ്ക്കുള്ളിൽ പൂർത്തീകരിക്കാനും നിർമ്മാണം നടക്കുന്ന മേഖലകളിൽ പുറമ്പോക്ക് ഭൂമി കയ്യേറിയവരെ ഒഴിപ്പിക്കുന്നതിനും യോഗം തീരുമാനിച്ചു. ഊരകം മുതൽ പുച്ചിന്നിപ്പാടം വരെയുള്ള ഭാഗങ്ങളിൽ കോൺക്രീറ്റിംഗ് ഒഴിവാക്കി മെക്കാഡം ടാറിംഗ് നടത്തണമെന്ന് ജനപ്രതിനിധികളും ബസ് ഉടമകളും യോഗത്തിൽ ആവശ്യപ്പെട്ടു. ചേർപ്പിൽ നടന്ന യോഗത്തിൽ KSTP എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ അഷ്റഫ്, അസിസ്റ്റന്റ് എഞ്ചിനീയർ മനോജ്, ചേർപ്പ് അവണിശ്ശേരി പഞ്ചായത്ത് പ്രസിഡന്റുമാരായ സുജിഷ കള്ളിയത്ത്, ഹരി C നരേന്ദ്രൻ, ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് AK രാധാകൃഷ്ണൻ, ജില്ലാ പഞ്ചായത്ത് അംഗം BG വനജകുമാരി, ബസ് ഉടമകൾ, വ്യാപാരികൾ തുടങ്ങിയവർ പങ്കെടുത്തു. അന്തിക്കാട് പുത്തൻ കോവിലകം കടവ് പാലത്തിന്റെ അടിഭാഗത്തെ കോൺക്രീറ്റ് ദ്രവിച്ച ഇരുമ്പു കമ്പികൾ പുറത്തേക്ക് അടർന്നു മാറിയ നിലയിൽ. പാലം അടിയന്തരമായി പുനർനിർമ്മിക്കണമെന്ന ആവശ്യവുമായി കർഷകർ. അന്തിക്കാട് കോൾപ്പാട് ശേഖരത്തിലെ കൃഷി ആവശ്യങ്ങൾക്ക് വേണ്ടി കൊണ്ടുപോകുന്ന വളവും അനുബന്ധ സാധന സാമഗ്രികളും ഈ പാലത്തിലൂടെയാണ് കൊണ്ടുപോകുന്നത്. വിളവെടുക്കുന്ന നെല്ല് കയറ്റിയ ലോറികൾ മില്ലുകളിലേക്ക് എത്തിക്കുന്നതും ഏറെ കാലപ്പഴക്കമുള്ള ഈ പാലം വഴിയാണ്. പ്രദേശവാസികൾ കഴിഞ്ഞ ദിവസം കോൾച്ചാലിൽ ഇറങ്ങിയപ്പോഴാണ് പാലത്തിന്റെ പരിതാപകരമായ അവസ്ഥ കണ്ടറിഞ്ഞത്. പുറത്തുനിന്ന് നോക്കുമ്പോൾ പാലത്തിന്റെ കീഴ്ഭാഗത്തെ സ്ലാബുകളുടെ തകർച്ച വേണ്ടവിധം മനസ്സിലാക്കാൻ കഴിയില്ല. ആകെ 3 സ്ലാബുകളുള്ള ഈ പാലത്തിലെ നടുവിലെ സ്ലാബാണ് നാശോന്മുഖമായിരിക്കുന്നത്. പാടശേഖരവുമായി ബന്ധപ്പെട്ട് ഏറെ പ്രാധാന്യമർഹിക്കുന്ന ഈ പാലം പുനർനിർമ്മിക്കാനുള്ള നടപടികൾ എത്രയും വേഗം സ്വീകരിക്കണമെന്ന് സമീപവാസികളും കർഷകരും ആവശ്യപ്പെട്ടു. ഈ പാലം ഭയങ്കര അപകടത്തിൽ നിൽക്കുന്നത്. അടിഭാഗം കമ്പി സാധനങ്ങളൊക്കെ ഞാന്ന് കിടക്കുന്നുണ്ട്. ഇത് കണ്ടമാനം ഈ കോളിലത്തെ ഒരുവിധം കൃഷിയിൽ നിന്ന് കയറ്റുന്ന സാധനങ്ങളൊക്കെ ഇതിങ്ങോട്ട് കയറി പോണതാണ്. ഇവിടേക്ക് ഈ വഴിക്ക് തന്നെ പോണത്. ഇനി ഒരു സാധനം ഈ വഴിക്ക് പോകാൻ പറ്റില്ല. നമ്മൾ കോളിലേക്ക് ഇറങ്ങണ വഴിയിലുള്ളൊരു മെയിൻ പാലമാണിത്. അത് അങ്ങനെ അപകടാവസ്ഥയിൽ അങ്ങനെ ഇപ്പം നടുമടങ്ങി വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇതിൻ്റെ അടിയിൽ ഇപ്പോൾ മൊത്തം ദ്രവിച്ചിട്ട് നമ്മുടെ ഈ പാലത്തിൻ്റെ നടുഭാഗം കുഴിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. പറയേണ്ട ഏറ്റവും വലിയ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിലെ ലക്ഷക്കണക്കിന് വണ്ടികൾ പോകണമാണ്. ഇപ്പോൾ ഈ കഴിഞ്ഞ കൊയ്ത്തിനൊക്കെ ഇതിലാണ് നമുക്ക് ലോഡ് നെല്ല് കയറ്റി പോയിട്ടുള്ളത്.
ഇനി കൃഷി ആവശ്യങ്ങൾക്ക് ഈ വെള്ളം പറ്റി കഴിഞ്ഞാൽ ഒരുപാട് വാഹനങ്ങൾ ഈ റൂട്ടിൽ കൂടെ വരണം. ഇതൊന്നും കണ്ടില്ല എന്ന് വിചാരിക്കേണ്ട. കുറേ ആളുകളുടെ ജീവൻ്റെ ഒരു എന്താ പറയുക, ജീവൻ്റെ വിലയാണ് ഇപ്പോൾ ഈ കിടക്കുന്നത്. തിരഞ്ഞെടുപ്പ് പന്തയത്തിന് സന്തോഷകരമായ പര്യവസാനം. ചാവക്കാട് ശ്രീ നാഗയക്ഷി ക്ഷേത്രപ്പറമ്പിൽ വെച്ചായിരുന്നു BJP കോൺഗ്രസ് പ്രവർത്തകർ തമ്മിൽ പന്തയം വെച്ചത്. ഫലപ്രഖ്യാപന തലേ ദിവസം ഇരുവരും തങ്ങളുടെ കാറുകളായിരുന്നു പന്തയം വെച്ചത്. BJP ജയിച്ചാൽ കോൺഗ്രസ് പ്രവർത്തകൻ തെക്കൻ ബൈജുവിന്റെ വാഗണർ കാർ BJP പ്രവർത്തകൻ ചില്ലി സുനിലും, കോൺഗ്രസ് ജയിച്ചാൽ സുനിലിന്റെ മാരുതി സ്വിഫ്റ്റ് ഡിസയർ ബൈജുവിനും കൊടുക്കും എന്നായിരുന്നു പന്തയം. സുരേഷ് ഗോപി വിജയം കണ്ടതോടെ പന്തയത്തിൽ സുനിലും വിജയിക്കുകയായിരുന്നു. ക്ഷേത്രനടയിൽ വെച്ച് തന്നെ താക്കോൽ കൈമാറുകയും ചെയ്തുവെങ്കിലും ഉറ്റ സുഹൃത്ത് ബൈജുവിന് സുനിൽ താക്കോൽ തിരിച്ചു നൽകി. ഇരുവരും പരസ്പരം മധുരം കൈമാറി പന്തയം അവസാനിപ്പിക്കുകയായിരുന്നു. കോൺഗ്രസ് പ്രവർത്തകനായ ബൈജുവിനൊക്കെ ഒരു ബെറ്റ്, അത് ഈ ഇലക്ഷൻ എന്നെ തലേ ദിവസം ഒരു 3-ാം തീയതിയായിട്ടാണ് ഞങ്ങൾ ഇവിടെ ബെറ്റ് വെച്ചത്. അവൻ എന്നിട്ട് ബെറ്റ് വെക്കാൻ വന്നപ്പോൾ ഞാൻ പറഞ്ഞു കോൺഗ്രസ് ചോദിച്ചു സുരേഷ് ഗോപി ജയിക്കുമെന്നുള്ള വാശിക്ക് ബെറ്റ് വെക്കാണ്ടെന്ന് വെച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു വാശിക്കല്ല, കാറിന് ബെറ്റ് വെക്കാന്ന് പറഞ്ഞു. അപ്പോൾ ഓക്കെ എന്ന് പറഞ്ഞാൽ തയ്യാറാണ്, കാറിന് വെക്കാന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു നാഗേഷ് അമ്പലത്തിന്റെ മുന്നിൽ വെച്ചിട്ടുണ്ടാവാം. ഗ്രൗണ്ട് ഞങ്ങൾ അവിടുത്തെ ചാപ്പറിന്റെ നാഗേഷ് അമ്പലത്തിന്റെ മുന്നിൽ അവിടെ വെച്ചിട്ടാകുമ്പോൾ എല്ലാവർക്കും ബോധ്യമാവുമല്ലോ. അങ്ങനെ അവിടെ വെച്ചിട്ട് ബെറ്റൊക്കെ വെച്ച് പിന്നെ സുരേഷ് ഗോപി ജയിക്കാണെന്നുണ്ടെങ്കിൽ ബൈജുവിന്റെ കോൺഗ്രസ് നേതാവ് ബൈജുവിന്റെ വണ്ടി എനിക്ക് തരാം, അതല്ല മുരളീധരൻ ജയിക്കാന്നുണ്ടെങ്കിൽ ബൈജുവിന് എൻ്റെ വണ്ടി തരാം എന്നുള്ളൊരു ബെറ്റ് ഉണ്ടായിരുന്നു. ആ ബെറ്റ് ഞാൻ ഇപ്പൊ വിജയിച്ചിരിക്കുകയാണ് വെച്ചിട്ട്. അമ്പലാട വെച്ചിട്ട് തന്നെ ഞങ്ങൾ വണ്ടി കൈമാറി. ലാസ്റ്റ് ഞാൻ തിരികെ അങ്ങോട്ട് തന്നെ കൊടുത്തു. ഞാനൊരു കലാകാരനെ കുറിച്ചാണ്, അപ്പോൾ ഒരു അമ്പലത്തിന്റെ മുന്നിൽ വെച്ചിട്ട് കൊടുക്കണം എന്നൊരു ആഗ്രഹം ഉണ്ടായിരുന്നു എനിക്ക്. അതാ ഞാൻ അവിടെ വെച്ചിട്ട് തന്നെ കൊടുത്ത്. എൻ്റെ മനസ്സ് അനുവദിക്കുന്നില്ല ആ വണ്ടി കൈപ്പറ്റാൻ, അതുകൊണ്ട് ഞാൻ തിരികെ കൊടുക്കാണ്. തിരുവില്ലാമലയിൽ വീട്ടിൽ നിന്നും വാഷും വാറ്റുചാരായവും പഴയന്നൂർ എക്സൈസ് സംഘം പിടികൂടി. തിരുവില്ലാമല സ്വദേശി മണ്ടനാലിൽ അനിൽ ഘോഷിനെയാണ് എക്സൈസ് സംഘം അറസ്റ്റ് ചെയ്തത്. 40 ലിറ്റർ വാഷും 5 ലിറ്റർ ചാരായവുമാണ് പഴയന്നൂർ എക്സൈസ് റേഞ്ച് ഇൻസ്പെക്ടർ വി സജീവന്റെ നേതൃത്വത്തിലുള്ള സംഘം പിടിച്ചെടുത്തത്. അസിസ്റ്റന്റ് എക്സൈസ് ഇൻസ്പെക്ടർ MK ബിനു, സിവിൽ എക്സൈസ് ഓഫീസർമാരായ അജീഷ് കുമാർ, പ്രവീൺ, ബിബിൻ ഭാസ്കർ, മിഥുൻ, വനിതാ സിവിൽ എക്സൈസ് ഓഫീസർ അനു തുടങ്ങിയവർ സംഘത്തിലുണ്ടായിരുന്നു. തൃശൂർ വാടാനപ്പള്ളി സംസ്ഥാന പാതയിൽ കാഞ്ഞാണി പെരുമ്പുഴ പാടത്ത് റോഡിനു കുറുകെ അപകടാവസ്ഥയിലായ കലുങ്ക് പൊതുമരാമത്ത് വകുപ്പ് അധികൃതർ തട്ടിക്കൂട്ടുപണികൾ നടത്തി ജനങ്ങളുടെ കണ്ണിൽ പൊടിയിടുന്നതായി ആക്ഷേപം. കലുങ്കിന് മുകളിലെ റോഡിൽ ടാർ വീപ്പുകൾ നിരത്തി ചുവപ്പുനാട വലിച്ചുകെട്ടി തടസ്സം വെച്ചിരിക്കുകയാണ്. കലുങ്കിനടിയിൽ തകർന്നുപോയ ഭാഗത്ത് കരിങ്കൽ പാളികൾ അടുക്കി വയ്ക്കുക മാത്രമാണ് ചെയ്തിട്ടുള്ളത്. വാഹനങ്ങൾ പോകുന്നത് മൂലമുള്ള കുലുക്കം മൂലം കല്ലുകൾ വീണ്ടും താഴെ പോകാനിടയുണ്ട്. മഴക്കാലമായതിനാൽ കലുങ്കിനടിയിലൂടെ വെള്ളം ശക്തിയായി ഒഴുകിയാലും കല്ലുകൾ ഇളകി വീഴും. ഇവ കോൺക്രീറ്റ് ചെയ്ത് ഉറപ്പിക്കാതെ സൂത്രപ്പണി ചെയ്ത് കബളിപ്പിക്കുകയാണെന്ന് നാട്ടുകാർ ആരോപിച്ചു. ദ്വിദിന ഇന്റർനാഷണൽ കോൺഫറൻസ് ഓൺ മാനേജ്മെന്റ് റിസർച്ചിന് കൊടകര സഹൃദയ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മാനേജ്മെന്റ് സ്റ്റഡീസിൽ തുടക്കമായി. പ്രമുഖ ധനകാര്യ ബാങ്ക് എക്സിക്യൂട്ടീവ് വൈസ് പ്രസിഡന്റ് ജോർജ് തോമസ് ഉദ്ഘാടനം ചെയ്തു. കോയമ്പത്തൂർ കാരുണ്യ യൂണിവേഴ്സിറ്റി പ്രൊഫസർ ഡോക്ടർ ജെ ക്ലെമൻ സുധാകർ, ഡോക്ടർ ജസ്റ്റിൻ പോൾ അവിട്ടപ്പള്ളി, സിംസ് എക്സിക്യൂട്ടീവ് ഡയറക്ടർ ഫാദർ ഡോക്ടർ ജിനോ ജോണി മാളക്കാരൻ, റിസർച്ച് കോർഡിനേറ്റർ ഫാദർ ഡോക്ടർ ബിനോയ് തോമസ്, ഡോക്ടർ ധന്യ അലക്സ് എന്നിവർ സംസാരിച്ചു. ചാലക്കുടി വെട്ടുകടവ് കനാൽ ബണ്ട് ഇടിയുന്നു. പാലത്തിന് സമീപം ബണ്ട് ഇടിഞ്ഞതോടെ ഇതുവഴിയുള്ള വാഹനയാത്രയും ഭീഷണിയായി. കനാലിന് 15 അടിയിലേറെ താഴ്ചയുള്ള ഭാഗമാണിത്. നേരത്തെ ബണ്ടുകൾ കോൺക്രീറ്റ് ചെയ്തെങ്കിലും അപാകതകൾ നിലനിന്നിരുന്നു. ഇതിനിടെയാണ് സ്ഥിരമായ മണ്ണിടിച്ചിൽ തുടരുന്നത്. താൽക്കാലിക അറ്റകുറ്റപ്പണികൾ നടത്തി പ്രശ്നം നഗരസഭാ അധികൃതർ പരിഹരിച്ചിരുന്നു. കനത്ത മഴയിൽ കൂടുതൽ ഭാഗങ്ങൾ ഇടിഞ്ഞതോടെ അപകട സാധ്യത വർദ്ധിച്ചു. ഇവിടെ അപകട സൂചനയും നൽകിയിട്ടുണ്ട്. ബണ്ട് കെട്ടി സംരക്ഷിക്കുന്നതിന് നഗരസഭ 4 ലക്ഷം രൂപ അനുവദിച്ചിട്ടുണ്ട്. അന്തരിച്ച CPM മുതിർന്ന നേതാവും കർഷക തൊഴിലാളി സമരങ്ങളുടെ മുന്നണി പോരാളിയുമായിരുന്ന വേലൂർ സ്വദേശി KS ശങ്കരന്റെ സംസ്കാരം തിരുവില്ലാമല ഐവർ മഠത്തിൽ നടന്നു. വേലൂരിലെ വസതിയിലും CPM വടക്കാഞ്ചേരി ഏരിയ കമ്മിറ്റി ഓഫീസിലും പൊതുദർശനത്തിന് വെച്ച മൃതദേഹത്തിൽ നിരവധി പേർ അന്ത്യാഞ്ജലി അർപ്പിച്ചു.
CPM ജില്ലാ സെക്രട്ടറി MM വർഗീസ് മൃതദേഹത്തിൽ പാർട്ടി പതാക പുതപ്പിച്ചു. മന്ത്രി ആർ ബിന്ദു, MLA-മാരായ AC മൊയ്തീൻ, സേവ്യർ ചിറ്റ്ലപ്പള്ളി, മുരളി പെരുന്നെല്ലി, വടക്കാഞ്ചേരി നഗരസഭാ ചെയർമാൻ PN സുരേന്ദ്രൻ, CPM വടക്കാഞ്ചേരി ഏരിയ സെക്രട്ടറി KD ബാഹുലയൻ, കുന്നംകുളം ഏരിയ കമ്മിറ്റി സെക്രട്ടറി MN സത്യൻ, ഗുരുവായൂർ ദേവസ്വം ചെയർമാൻ ഡോക്ടർ വിജയൻ, വേലൂർ പഞ്ചായത്ത് പ്രസിഡന്റ് TR ശോഭി, എരുമപ്പെട്ടി പഞ്ചായത്ത് പ്രസിഡന്റ് S ബസന്തലാൽ, ജില്ലാ പഞ്ചായത്ത് മെമ്പർ ജലീൽ ആദൂർ തുടങ്ങിയവർ ആദരാഞ്ജലി അർപ്പിച്ചു. വിടവാങ്ങിയത് ഇതിഹാസ സമരങ്ങളുടെ നായകൻ KS ശങ്കരൻ എന്ന വിപ്ലവ നക്ഷത്രത്തിന്റെ മനസ്സിലെ കനലണയ്ക്കാൻ ക്രൂരമായ പോലീസ് മർദ്ദനങ്ങൾക്കും ജയിൽവാസത്തിനും കഴിഞ്ഞിട്ടില്ല. ജീവിതം പാർട്ടിക്കും ജനങ്ങൾക്കും വേണ്ടി സമർപ്പിച്ച കമ്മ്യൂണിസ്റ്റ് നേതാവായിരുന്നു നാട്ടുകാർ സ്നേഹത്തോടെ ശങ്കർജി എന്ന് വിളിച്ചിരുന്ന KS ശങ്കരൻ. 7 പതിറ്റാണ്ടുകാലം നീണ്ടുനിന്ന രാഷ്ട്രീയ പൊതുപ്രവർത്തനത്തിന്റെ ഏറിയ പങ്കും ഉപയോഗിച്ചത് അവകാശ സമര പോരാട്ടങ്ങൾക്കായിരുന്നു. കേരളത്തിലെ കർഷക സമരങ്ങളുടെ മുന്നണി പോരാളിയായിരുന്നു KS. വേലൂർ മാറുമറയ്ക്കൽ അവകാശ സമരവും വാഴാനി കനാൽ തൊഴിലാളി സമരവും മിച്ചഭൂമി സമരവുമാണ് KS ശങ്കരൻ എന്ന വിപ്ലവകാരിയെ ചരിത്രത്തിൽ അടയാളപ്പെടുത്തിയത്. വേലൂർ മണിമലർക്കാവ് വേലയിലെ അരിത്താലമെടുക്കുന്ന യുവതികൾ മാറുമറയ്ക്കാൻ പാടില്ല എന്ന ആചാരം നിലനിന്നിരുന്ന കാലത്ത് സ്ത്രീകളെ മാറുമറപ്പിച്ചുകൊണ്ട് താലമെടുപ്പിച്ച സാമൂഹിക സമരത്തിന് നേതൃത്വം നൽകുന്നതിൽ KS ശങ്കരൻ വലിയ പങ്കുവഹിച്ചു. 1955 തയ്യൂരിലെ ജന്മി കുടിയൊഴിപ്പിക്കലിനെ ചെറുത്ത സമരം, 1970 മുതൽ 80 വരെ നീണ്ടുനിന്ന മിച്ചഭൂമി സമരം, 1995 വാഴാനി കനാൽ തൊഴിലാളികളെ ചൂഷണം ചെയ്യുന്നതിനെതിരെ നടത്തിയ അവകാശ സമരം എന്നിവ KS ശങ്കരൻ എന്ന വിപ്ലവകാരിയുടെ പോരാട്ട ചരിത്രത്തിലെ ചില അധ്യായങ്ങളാണ്. സമരമുഖത്ത് വെച്ചും പോലീസ് വാഹനങ്ങളിലും ലോക്കപ്പുകളിലും അർദ്ധനഗ്നനാക്കിക്കൊണ്ട് നടത്തിയ പോലീസിന്റെ ക്രൂരമായ മർദ്ദനമുറകൾക്കും 9 വർഷത്തോളം അനുഭവിച്ച ജയിൽവാസത്തിനും ശങ്കർജിയുടെ പോരാട്ട വീര്യത്തെ ഒരു തരി പോലും കുറയ്ക്കാൻ കഴിഞ്ഞിട്ടില്ല. ഔബക്ത കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ കാലത്താണ് സഖാവ് KS ശങ്കരൻ സാമൂഹ്യ രാഷ്ട്രീയ പ്രവർത്തന രംഗത്തേക്ക് ഇറങ്ങുന്നത്. വേലൂരിലെ പ്രസിദ്ധമായ മാറുമറയ്ക്കൽ സമരം, മണിമലർക്കാവിലെ വേലൂരിലെ വാഴാനി കനാൽ സമരം, ഇവിടെ ഉണ്ടായ കർഷക തൊഴിലാളി യൂണിയൻ നേതൃത്വത്തിൽ നടന്ന മിച്ചഭൂമി സമരം 1970 ഇതിലെല്ലാം നേതൃത്വപരമായ വലിയ പങ്കാണ് സഖാവ് KS വഹിച്ചത്. തൃശ്ശൂർ ജില്ലയിലെയും പ്രത്യേകിച്ച് തലപ്പള്ളി താലൂക്കിലെയും പുരോഗമന പ്രസ്ഥാനത്തിന് വലിയ നേതൃത്വമാണ് സഖാവ് KS ശങ്കരൻ വഹിച്ചത്. വടക്കാഞ്ചേരി ഏരിയ സെക്രട്ടറിയായി തൃശൂർ ജില്ലയിലെ കമ്മ്യൂണിസ്റ്റ് നേതാക്കളിൽ ഏറ്റവും കൂടുതൽ കാലം ജയിലിലടയ്ക്കപ്പെട്ട നേതാവ് കൂടിയാണ് KS ശങ്കരൻ. പ്രിയപത്നി KV പുഷ്പയും സമര പോരാളിയാണ്. സമരം ചെയ്ത് കൈക്കുഞ്ഞുമായി ജയിലിൽ പോയ അനുഭവവും പുഷ്പയ്ക്കുണ്ട്. കിലോമീറ്ററുകളോളം കാൽനടയായി സഞ്ചരിച്ചാണ് പാർട്ടി പ്രവർത്തനം നടത്തിയിരുന്നതും സമരങ്ങൾക്ക് നേതൃത്വം നൽകിയിരുന്നതും. തലപ്പള്ളി താലൂക്കിലെ മിക്കവാറും എല്ലാ വീട്ടും പേരുകളും സ്ഥലങ്ങളും ആളുകളെയും എല്ലാം പഴയ ആളുകളെ മുഴുവൻ പേരെടുത്ത് പറയുന്ന KSനെ ഞങ്ങൾ അത്ഭുതത്തോടു കൂടിയാണ് നോക്കി കണ്ടിട്ടുള്ളത്. ഒരുപാട് അനുഭവങ്ങൾ KSന് രാഷ്ട്രീയ പ്രവർത്തനത്തിൻ്റെ ഭാഗമായി പറയാനുണ്ടായിരുന്നു. അതെല്ലാം കേൾക്കാൻ കഴിഞ്ഞ പുതിയ തലമുറയിലെ പ്രവർത്തകൻ എന്ന നിലയിൽ സഖാവ് KSനോടൊപ്പം പ്രവർത്തിക്കാൻ കിട്ടിയ അവസരം രാഷ്ട്രീയ പ്രവർത്തനത്തിൻ്റെ ഭാഗമായ തീവ്രമായ ഒട്ടേറെ അനുഭവങ്ങൾ പങ്കുവയ്ക്കുന്നതിനും മനസ്സിലാക്കുന്നതിനും ഉൾക്കൊള്ളുന്നതിനുമൊക്കെ തന്നെ കഴിഞ്ഞിട്ടുണ്ട്. ഇന്നത്തെ ഈ സാഹചര്യത്തിലും ആ കരുത്തും പൊരുതി നിൽക്കാനുള്ള അദ്ദേഹത്തിൻ്റെ ശേഷിയും ഒക്കെ തന്നെ ഒരു മാർഗരേഖയായി മുന്നോട്ട് കൊണ്ടുപോകേണ്ട ഒന്നാണ്. അടുത്ത കാലത്താണ് അസുഖം ബാധിച്ച് അദ്ദേഹം കിടപ്പിലായത്. അതുവരെ പ്രായാധിക്യത്തെ മറികടന്ന് പൊതുരംഗത്ത് സജീവമായിരുന്നു. യഥാർത്ഥ വിപ്ലവകാരിക്ക് വിശ്രമമില്ല എന്ന ആപ്തവാക്യം ജീവിതം കൊണ്ട് അടയാളപ്പെടുത്തിയാണ് KS ശങ്കരൻ എന്ന വിപ്ലവ നായകൻ ഓർമ്മയാകുന്നത്. TCV എരുമപ്പെട്ടി. 4ാം ക്ലാസ് വിദ്യാർത്ഥിനികൾ നാട് കാണാനിറങ്ങി. കാണാതായ ഇവരെ ഓട്ടോ ഡ്രൈവർ രക്ഷിച്ച് രക്ഷിതാക്കളെ ഏൽപ്പിച്ചു. ആമ്പല്ലൂരിൽ ബുധനാഴ്ച വൈകിട്ടായിരുന്നു സംഭവം. സ്കൂളിൽ നിന്നും 9 വയസ്സുകാരികളായ 2 കൂട്ടുകാരികളാണ് ബസ്സിൽ പലയിടങ്ങളിൽ സഞ്ചരിച്ച് ആമ്പല്ലൂരിൽ എത്തിയത്. അളഗപ്പ നഗർ സ്വദേശി കോക്കാടൻ ജെയ്സന്റെ ഓട്ടോയിൽ കയറി സമീപത്തെ കല്യാണ വീട്ടിൽ കൊണ്ടുചെന്നാക്കണമെന്ന് ഇവർ ആവശ്യപ്പെടുകയായിരുന്നു. ചെറിയ കുട്ടികളുടെ പെരുമാറ്റവും സ്ഥലപരിചയമില്ലായ്മയും കണ്ടാണ് ഓട്ടോ ഡ്രൈവർക്ക് സംശയം തോന്നിയത്. തുടർന്ന് കുട്ടികളുടെ കൈവശം ഉണ്ടായിരുന്ന സ്കൂൾ ID കാർഡിലെ ഫോൺ നമ്പറിൽ രക്ഷിതാവിനെ വിവരം അറിയിച്ചു. ഓട്ടോ ഡ്രൈവർ തന്നെ സ്കൂളിൽ കാത്തുനിന്ന് രക്ഷിതാക്കൾക്കരികെ വിദ്യാർത്ഥികളെ എത്തിച്ചു. ഇതിനിടെ വീട്ടുകാരുടെ പരാതിയിൽ പുതുക്കാട് പോലീസും അന്വേഷണം നടത്തുന്നുണ്ടായിരുന്നു.
ഇന്നലെ ഇവിടെ നമ്മുടെ സ്റ്റാൻഡിൽ വന്നിട്ട് ഒരു 2 കുട്ടികൾ വന്ന് വണ്ടി വിളിച്ചു, ഓട്ടോറിക്ഷ. അത് കഴിഞ്ഞ് ഗ്രൗണ്ടിന്റെ പോയി റൗണ്ട് ചെയ്ത് ഇവിടെ വന്നപ്പോൾ ഞങ്ങൾ കരയിലും ഇതൊക്കെ ആയപ്പോൾ ഞാൻ ചോദിച്ചു, ഇങ്ങനെ എന്താണ് ഉണ്ടായെന്ന് ചോദിച്ചപ്പോൾ കാശില്ല, വീട്ടിൽ പോകാന്ന് പറഞ്ഞു. ഫോണിൽ വിളിച്ച അച്ഛനമ്മയും ഇങ്ങനെ പറഞ്ഞു സ്കൂളിൽ കൊണ്ടുവന്നു, സ്കൂളിൽ കൈമാറിയുള്ള. ഗുരുവായൂർ മമ്മിയൂർ മഹാദേവ ക്ഷേത്രത്തിൽ ചെരുപ്പ് കൌണ്ടറും കംഫർട്ട് സ്റ്റേഷനും നവീകരിച്ചു. ദേവസ്വം ട്രസ്റ്റി ബോർഡ് ചെയർമാൻ GK പ്രകാശൻ സമർപ്പണം നിർവഹിച്ചു. ട്രസ്റ്റി ബോർഡ് മെമ്പർമാരായ P. സുനിൽകുമാർ, KK വിശ്വനാഥൻ, എക്സിക്യൂട്ടീവ് ഓഫീസർ NK ബൈജു തുടങ്ങിയവർ പങ്കെടുത്തു. നാല് സെന്റിമീറ്റർ നീളമുള്ള കല്ല് ഡോക്ടർമാർ നീക്കം ചെയ്തു. കൊടുങ്ങല്ലൂർ താലൂക്ക് ഗവൺമെന്റ് ആശുപത്രിയിലെ ENT സർജൻ ഡോക്ടർ അസീനയുടെ നേതൃത്വത്തിലാണ് ശസ്ത്രക്രിയ നടത്തിയത്. വായിൽ വേദനയും പഴുപ്പും അനുഭവപ്പെട്ടതിനെ തുടർന്നാണ് 46 വയസ്സുകാരൻ താലൂക്ക് ആശുപത്രിയിൽ ചികിത്സ തേടിയത്. തുടർന്ന് നടത്തിയ പരിശോധനയിൽ ഉമിനീർ ഗ്രന്ഥിയിൽ കല്ല് കണ്ടെത്തുകയായിരുന്നു. 1.5 മണിക്കൂറോളം സമയം നീണ്ട ശസ്ത്രക്രിയയിലൂടെയാണ് 4 സെന്റിമീറ്റർ നീളവും 2 സെന്റിമീറ്റർ വീതിയുമുള്ള കല്ല് നീക്കം ചെയ്തത്. ഡോക്ടർമാരായ KJ ജീന, ദിവ്യ ഗോപിനാഥൻ, അനസ്തേഷ്യ ഡോക്ടർമാരായ BA ശ്യാംകുമാർ, ഡോക്ടർ റഷീദ് എന്നിവരും ശസ്ത്രക്രിയ നടത്തിയ സംഘത്തിലുണ്ടായിരുന്നു. കാലാവസ്ഥയുടെ മാറ്റത്തിൽ തിരിച്ചടിയേറ്റ റംബൂട്ടാൻ കർഷകർ. ഏറെ വൈകി പൂക്കളിട്ടതും വിളവെടുപ്പിന്റെ വേള കനത്ത മഴയിലായതും കൊതിയൂറും റംബൂട്ടാൻ പഴങ്ങൾക്ക് ഇക്കുറി ആവശ്യക്കാർ കുറവായി. മരങ്ങളിലാകട്ടെ കായകൾ പിടിച്ചത് പകുതിയിലും കുറവും വന്നു. ഏതാനും വർഷങ്ങളായി ചാലക്കുടി അതിരപ്പള്ളി റോഡിൽ വിനോദസഞ്ചാരികളെ ആകർഷിച്ചു വന്നിരുന്ന കാഴ്ച ഇക്കുറിയില്ല. റോഡിന്റെ ഇരുവശങ്ങളിലും കെട്ടിത്തൂക്കിയ റംബൂട്ടാൻ കുലകൾ വലിയ തോതിൽ വിൽപ്പന നടന്നിരുന്നു. തുടക്കത്തിൽ കിലോയ്ക്ക് 300-നും പിന്നീട് 250 രൂപയിലുമെല്ലാം കച്ചവടം പൊടിപൊടിച്ചു. ഇടനിരക്കാരില്ലാത്തതിനാൽ കർഷകർക്ക് ഇത് ചാകരയായിരുന്നു. ഇപ്പോഴാകട്ടെ തോട്ടങ്ങളിൽ ശുഷ്കിച്ച മരങ്ങളും മഴയുടെ കാഠിന്യത്താൽ ആവശ്യക്കാരുടെ എണ്ണം കുറഞ്ഞതും ഇത്തവണത്തെ റംബൂട്ടാൻ കാലത്തെ ശോകമൂകമാക്കി. കനത്ത ചൂടും റംബൂട്ടാൻ മരങ്ങളിലെ കായ്വളർച്ചയെ തളർത്തി. കൃഷിഭവനുകളിൽ 250 രൂപയ്ക്ക് റംബൂട്ടാൻ വിൽക്കുമ്പോൾ ഇവ എത്തിക്കുന്ന കർഷകർക്കുണ്ടാകുന്ന നഷ്ടം ഊഹിക്കാം. പടിഞ്ഞാറെ ചാലക്കുടി കോട്ടാറ്റ് മുട്ടൻതോട്ടി വർഗീസിന്റെ വീട്ടിൽ ആകെയുള്ളത് 2 റംബൂട്ടാൻ മരങ്ങൾ. ഗൾഫ് ജോലി മതിയാക്കി നാട്ടിലെത്തിയ കൃഷിയിലേക്ക് തിരിഞ്ഞ ഇയാൾക്ക് കഴിഞ്ഞ തവണ വലിയ തോതിൽ പഴങ്ങൾ ലഭിച്ചു. എന്നാൽ 3-1 മാറി ഇത്തവണത്തെ വിളവ്. 2 മരമായാലും വെച്ചുപിടിപ്പിച്ച് ഇഷ്ടം പോലെ ഉണ്ടാവും. ഞാനിപ്പോ 30 കിലോ വിറ്റു. അപ്പൊ ഏത് വീട്ടുകാരനായാലും ചെറിയ സൗകര്യത്തിലായാലും 2 മരം വെച്ച ഇഷ്ടം പോലെ ഉണ്ടാവും. നല്ല മലേഷ്യൻ ഇനത്തിൽപ്പെട്ടതാണ്. നല്ലോണം ഉണ്ടാവുകയും ചെയ്യും, നല്ല വില കിട്ടുകയും ചെയ്യും, നല്ല മധുരമാണ് ഇതിന്റെ. കായ വരെ തിന്റെ കുരു വരെ തിന്നാൻ പറ്റും. അത്രയും നല്ല ക്വാളിറ്റിയുള്ള സാധനമാണ്. സാധാരണ റംബൂട്ടാൻ വിൽക്കാറില്ല, കുട്ടികൾക്കും മറ്റും നൽകുകയാണ് പതിവ്. ഇത്തവണ ആർക്കും പ്രിയമില്ലാതായി. ഇപ്പോൾ കൃഷിഭവനിൽ കൊടുക്കുകയാണെന്നും വർഗീസ് മുട്ടൻതോട്ടി പറഞ്ഞു. TCV ന്യൂസ്, ചാലക്കുടി. കാഞ്ഞാണി ബസ് സ്റ്റാൻഡിൽ പ്രവർത്തിക്കുന്ന വനിതാ ശുചിമുറിയിൽ സ്ഥാപിച്ച സാനിറ്ററി ഡിസ്പോസിബിൾ മെഷീൻ ശുചിമുറി ഉപയോഗിക്കുന്നവർക്ക് വിനയായി. 3 മാസം മുമ്പ് മെഷീൻ സ്ഥാപിച്ചുവെങ്കിലും വൈദ്യുതി കണക്ഷൻ കൊടുക്കുന്നതിനുള്ള യാതൊരുവിധ നടപടികളും ഇതുവരെ കൈക്കൊണ്ടിട്ടില്ല. മെഷീൻ തെറ്റായ സ്ഥലത്ത് സ്ഥാപിച്ചതുമൂലം ശുചിമുറി ഉപയോഗിക്കുന്ന വയോധികരായ സ്ത്രീകളുടെ തല മെഷീനിൽ ഇടിക്കുന്നത് പതിവായിരിക്കുകയാണ്. ഇത് സംബന്ധിച്ച് മണലൂർ പഞ്ചായത്ത് സെക്രട്ടറി ഉൾപ്പെടെയുള്ളവരെ അറിയിച്ചിട്ടും പരിഹാര നടപടികൾ ഉണ്ടായില്ലെന്ന ആക്ഷേപമുണ്ട്. എടത്തിരുത്തി പൈനൂർ കനോലി കനാലിൽ യുവാവിന്റെ മൃതദേഹം കണ്ടെത്തി. താന്യം അഴിമാവ് സ്വദേശി പേരാത്ത് വീട്ടിൽ ധർമ്മന്റെ മകൻ 35 വയസ്സുള്ള ദ്രാലിഷാണ് മരിച്ചത്. പൈനൂർ NLP സ്കൂളിന് സമീപമുള്ള ഫാമിനടുത്തെ പുഴയിലാണ് മൃതദേഹം കണ്ടത്. 2 ദിവസമായി ഇയാളെ കാണാനില്ലായിരുന്നു. കയ്പമംഗലം പോലീസും നാട്ടിക ഫയർഫോഴ്സും ചേർന്ന് മൃതദേഹം പുഴയിൽ നിന്നും പുറത്തെടുത്തു. മൃതദേഹം അഴുകിയ നിലയിലായിരുന്നു. ബന്ധുക്കളെത്തിയാണ് മരിച്ചയാളെ തിരിച്ചറിഞ്ഞത്. കയ്പമംഗലം പോലീസ് മേൽ നടപടികൾ സ്വീകരിച്ചു. ജില്ലാ പഞ്ചായത്ത് സംഘടിപ്പിക്കുന്ന മാള ഉപജില്ലാ വിദ്യാഭ്യാസ അവാർഡ് വിതരണം ഞായറാഴ്ച മാള കാർമൽ കോളേജിൽ നടക്കും. മാള ഉപജില്ലയിൽ SSLC, +2, VHSC പരീക്ഷയിൽ എല്ലാ വിഷയത്തിലും A+ നേടിയവർക്കാണ് ആദരവ് നൽകുന്നത്. VR സുനിൽകുമാർ MLA ആദരം ഉദ്ഘാടനം ചെയ്യും. ജില്ലാ പഞ്ചായത്ത് അംഗം ശോഭന ഗോകുൽനാഥ്, പഞ്ചായത്ത് പ്രസിഡന്റ് ബിന്ദു ബാബു, ഉപജില്ലാ വിദ്യാഭ്യാസ ഓഫീസർ NK മഞ്ജു, VV ശശി തുടങ്ങിയവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. അരനൂറ്റാണ്ടോളം മറ്റത്തൂരിലെ സാമൂഹിക രാഷ്ട്രീയ രംഗങ്ങളിൽ നിറസാന്നിധ്യമായിരുന്ന PV പൌലോസ് മാസ്റ്ററുടെ സ്മരണയ്ക്കായി സ്മാരക സമിതി ഏർപ്പെടുത്തിയ സാമൂഹ്യശ്രീ പുരസ്കാരങ്ങൾ സമ്മാനിച്ചു.
മാധ്യമപ്രവർത്തകരായ ലോനപ്പൻ കടമ്പോട്, കെ പ്രസാദ് എന്നിവർക്ക് മുംബൈയിലെ NMIMS യൂണിവേഴ്സിറ്റി പ്രോ വൈസ് ചാൻസലറും PV പൌലോസ് മാസ്റ്ററുടെ മകനുമായ ഡോക്ടർ ജസ്റ്റിൻ പോൾ അവിട്ടപ്പള്ളി 10,000 രൂപയും പ്രശസ്തി പത്രവും അടങ്ങിയ സാമൂഹ്യശ്രീ പുരസ്കാരം സമ്മാനിച്ചു. കോയമ്പത്തൂർ കാരുണ്യ യൂണിവേഴ്സിറ്റി പ്രൊഫസർ ഡോക്ടർ J. ക്ലമൻ സുധാകർ, സിംസ് എക്സിക്യൂട്ടീവ് ഡയറക്ടർ ഫാദർ ഡോക്ടർ ജിനോ ജോണി മാളോക്കാരൻ എന്നിവർ പങ്കെടുത്തു. അക്കിക്കാവ് ബൈപ്പാസ് റോഡിലൂടെയുള്ള ഗതാഗതം പൂർണ്ണമായി നിരോധിച്ചത് പ്രദേശവാസികൾക്കും വിദ്യാർത്ഥികൾക്കും പ്രതിസന്ധിയാകുന്നു. കേച്ചേരി അക്കിക്കാവ് ബൈപ്പാസ് റോഡിന്റെ പുനർനിർമ്മാണത്തിനാണ് ആഴ്ചകൾക്ക് മുൻപ് ഗതാഗതം ഭാഗികമായി തടഞ്ഞത്. ബൈപ്പാസ് ജംഗ്ഷനിൽ നിന്നും 200 മീറ്റർ അകലെ റോഡിനു കുറുകെ നിർമ്മിക്കുന്ന വലിയ കലുങ്കിന്റെ പണികൾ തുടങ്ങിയതോടെ ദീർഘദൂര വാഹനങ്ങളും വലിയ വാഹനങ്ങളും കടത്തിവിട്ടിരുന്നില്ല. പ്രദേശവാസികളുടെ വാഹനങ്ങൾ സഞ്ചരിക്കാൻ കലുങ്കിന് സമീപം താൽക്കാലിക റോഡ് നിർമ്മിച്ചിരുന്നു. എന്നാൽ കഴിഞ്ഞ ദിവസം പെയ്ത ശക്തമായ മഴയിൽ താൽക്കാലിക പാത മുഴുവനായി തകർന്നു. റോഡിലൂടെ വെള്ളം കുത്തിയൊഴുകിയതിനെ തുടർന്ന് മണ്ണുമാന്തി യന്ത്രം ഉപയോഗിച്ച് റോഡിനു കുറുകെ കാന നിർമ്മിച്ചു. ഇതോടെ വാഹനങ്ങൾക്കും കടക്കാനാവാത്ത വിധം റോഡിലെ ഗതാഗതം തടസ്സപ്പെട്ടു. മതിലകം പുതിയ കാവിൽ ദേശീയപാതയിൽ എതിരെ വന്ന ലോറിക്ക് സൈഡ് കൊടുക്കുന്നതിനിടെ സ്വകാര്യ ബസ് വൈദ്യുതി തൂണിൽ ഇടിച്ചു. അപകടത്തിൽ ആർക്കും പരിക്കില്ല. കൊടുങ്ങല്ലൂരിൽ നിന്ന് ഗുരുവായൂരിലേക്ക് പോയിരുന്ന സ്വകാര്യ ബസ്സാണ് അപകടത്തിൽപ്പെട്ടത്. ബസിന്റെ മുൻവശത്തെ ചില്ല് തകർന്നു. വൈദ്യുതി തൂൺ ഒടിഞ്ഞു. ഗുരുതരമായ കരൾ രോഗം ബാധിച്ച യുവാവ് ചികിത്സാ സഹായം തേടുന്നു. മണ്ണമ്പേട്ട വട്ടണാത്ര അനുഗ്രഹ വീട്ടിൽ രാമകൃഷ്ണന്റെ മകൻ 41 വയസ്സുള്ള അനൂപ് കുമാറാണ് കരൾ മാറ്റിവെക്കൽ ശസ്ത്രക്രിയയ്ക്ക് സുമനസ്സുകളുടെ സഹായം തേടുന്നത്. 12-ന് കൊച്ചിയിലെ സ്വകാര്യ ആശുപത്രിയിലാണ് ശസ്ത്രക്രിയ. ദുബായിലെ മറൈൻ മേഖലയിൽ ജോലി ചെയ്തിരുന്ന അനൂപിന് 2020-ലെ കോവിഡ് പ്രതിസന്ധിയിൽ ജോലി നഷ്ടപ്പെട്ടു. അനൂപ് കുമാറിനും പ്രായമായ അച്ഛനും മാത്രമുള്ള കുടുംബത്തിന് ഭീമമായ തുക കണ്ടെത്താൻ കഴിയാത്ത സ്ഥിതിയാണ്. സുഹൃത്തുക്കളും നാട്ടുകാരും ചേർന്ന് പണം കണ്ടെത്താനുള്ള പരിശ്രമത്തിലാണ്. ഉദാരമതികൾക്ക് ഫെഡറൽ ബാങ്കിന്റെ മണ്ണമ്പേട്ട ശാഖയിൽ 12414100011719 എന്ന അക്കൗണ്ട് നമ്പറിലേക്ക് സഹായങ്ങൾ അയക്കാവുന്നതാണ്. TCV പുതുക്കാട്. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ വാർഡ് മെമ്പർമാർക്ക് പ്രതിമാസം ശമ്പളവും പെൻഷനും സർക്കാർ പരിഗണനയിൽ ഇല്ലെന്ന് തദ്ദേശ സ്വയംഭരണ വകുപ്പ് പ്രിൻസിപ്പൽ സെക്രട്ടറി. തൃശൂരിൽ നടന്ന നവകേരള സദസ്സിൽ നേർക്കാഴ്ച അസോസിയേഷൻ ഡയറക്ടർ PB സതീഷ് നൽകിയ പരാതിയിലാണ് വിശദീകരണം നൽകിയത്. വാർഡ് മെമ്പർമാർക്ക് ചികിത്സാ സഹായം അനുവദിക്കൽ, ആരോഗ്യ ഇൻഷുറൻസ് അനുവദിക്കൽ, മെഡിസെപ് പദ്ധതിയിൽ ഉൾപ്പെടുത്തൽ എന്നിവയുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ പരിശോധിച്ചു വരികയാണെന്നും സെക്രട്ടറി അറിയിച്ചു. ഓൾ കേരള ഫോട്ടോഗ്രാഫേഴ്സ് അസോസിയേഷൻ തൃശൂർ ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പരിസ്ഥിതി ദിനാചരണം സംഘടിപ്പിച്ചു. കാരമുക്ക് സെന്റ് ജോൺ ബാപ്റ്റിസ്റ്റ് LP സ്കൂളിൽ നടന്ന പരിസ്ഥിതി ദിനാചരണം മണലൂർ പഞ്ചായത്ത് പ്രസിഡന്റ് സൈമൺ തെക്കത്ത് ഉദ്ഘാടനം ചെയ്തു. ജില്ലാ പ്രസിഡന്റ് അനിൽ തുമ്പയിൽ അധ്യക്ഷത വഹിച്ചു. സംസ്ഥാന പ്രസിഡന്റ് AC ജോൺസൺ പഠനോപകരണങ്ങൾ വിതരണം ചെയ്തു. പ്രധാന അധ്യാപകൻ ജോഷി ഫോട്ടോ പ്രദർശനം ഉദ്ഘാടനം ചെയ്തു. പരിസ്ഥിതി ദിനത്തോടനുബന്ധിച്ച് വേൾഡ് മലയാളി ഫെഡറേഷൻ കുന്നംകുളം സെന്റ് ജോൺസ് ബദനി സ്കൂളിൽ വൃക്ഷത്തൈ നട്ടു. ഫാദർ ബെഞ്ചമിൻ വൃക്ഷത്തൈ നട്ട് ഉദ്ഘാടനം ചെയ്തു. വേൾഡ് മലയാളി ഫെഡറേഷൻ ജില്ലാ പ്രസിഡന്റ് ബിനോയ് വടക്കൻ അധ്യക്ഷത വഹിച്ചു. കേരള സ്റ്റേറ്റ് കൌൺസിൽ രക്ഷാധികാരി കരീം പന്നിത്തടം, ഇന്ത്യ നാഷണൽ കൌൺസിൽ ജോയിന്റ് സെക്രട്ടറി ബദറുദ്ദീൻ കരിപ്പോട്ടയിൽ, ജില്ലാ സെക്രട്ടറി ജെറി ആൽബർട്ട്, ജില്ലാ ട്രഷറർ ശാലിനി സാബു തുടങ്ങിയവർ പങ്കെടുത്തു. കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി കയ്പമംഗലം യൂണിറ്റ് വാർഷിക പൊതുയോഗം ജില്ലാ ജനറൽ സെക്രട്ടറി NR വിനോദ് കുമാർ ഉദ്ഘാടനം ചെയ്തു. യൂണിറ്റ് പ്രസിഡന്റ് PK റാസിക് അധ്യക്ഷത വഹിച്ചു. ജില്ലാ വൈസ് പ്രസിഡന്റ് P പവിത്രൻ മുഖ്യാതിഥിയായി. സെക്രട്ടറി VR ഉല്ലാസ്, ട്രഷറർ VV ഉണ്ണികൃഷ്ണൻ, ചന്ദ്രാപിന്നി യൂണിറ്റ് പ്രസിഡന്റ് UU രവീന്ദ്രൻ തുടങ്ങിയവർ സംസാരിച്ചു. ദേശീയപാത കല്ലിടുക്ക് അടിപ്പാതയുടെ ഉയരം 5.5 മീറ്റർ ആക്കണമെന്നാവശ്യപ്പെട്ട് NH പ്രൊജക്ട് ഡയറക്ടർക്ക് കല്ലിടുക്ക് ജനകീയ സമിതി നിവേദനം നൽകി. ജനകീയ സമിതി പ്രസിഡന്റ് സുഭാഷ് കുമാർ, രക്ഷാധികാരികളായ സനോജ് തെക്കുംപാടം, T രമേശ് എന്നിവരുടെ നേതൃത്വത്തിലാണ് നിവേദനം നൽകിയത്. തൃശൂർ രാമവർമ്മപുരം കൃഷ്ണ അംഗൻവാടിയിലെ പ്രവേശനോത്സവം വർണ്ണാഭമായി. ഡിവിഷൻ കൌൺസിലർ രാജശ്രീ ഗോപൻ ഉദ്ഘാടനം ചെയ്തു.
പുതിയതായി എത്തിയ കുട്ടികളെ സമ്മാനങ്ങൾ നൽകിയാണ് വരവേറ്റത്. സ്കൂൾ പ്രവേശനം ലഭിച്ച മുൻ കുട്ടികൾക്കുള്ള സർട്ടിഫിക്കറ്റ് വിതരണവും നടത്തി. അംഗൻവാടി അധ്യാപിക ഗീത വസന്തൻ, ഹെൽപ്പർ ഗീത സുനിൽ, രക്ഷിതാക്കൾ എന്നിവർ പങ്കെടുത്തു. ചിരിക്കിലുക്കവുമായി നടന്ന കുട്ടി ഘോഷയാത്ര പ്രവേശനോത്സവത്തിന് മാറ്റുകൂട്ടി. വീണ്ടും പ്രധാന വാർത്തകളിലേക്ക്. മണലിപ്പുഴയിലേക്ക് വൻതോതിൽ കറുത്ത നിറത്തിലുള്ള മലിനജലം ഒഴുകിയെത്തുന്നു. നെന്മണിക്കര, മണലി, മടവാക്കര, കാച്ചക്കടവിലാണ് ശുചിമുറി മാലിന്യം അടക്കമുള്ള മാലിന്യം ഒഴുകിയെത്തുന്നത്. കുറുക്കഞ്ചേരി കൊടുങ്ങല്ലൂർ റോഡ് വികസനം CC മുകുന്ദൻ MLAയുടെ നേതൃത്വത്തിൽ യോഗം ചേർന്നു. പാലക്കൽ സെന്ററിലെ കോൺക്രീറ്റിംഗ് ഒരാഴ്ചയ്ക്കുള്ളിൽ പൂർത്തീകരിക്കാൻ തീരുമാനം. അന്തിക്കാട് പുത്തൻ കോവിലകം കടവ് പാലത്തിന്റെ അടിഭാഗത്തെ കോൺക്രീറ്റ് ദ്രവിച്ച ഇരുമ്പു കമ്പികൾ പുറത്തേക്ക് അടർന്നു മാറിയ നിലയിൽ. പാലം അടിയന്തരമായി പുനർനിർമ്മിക്കണമെന്ന ആവശ്യവുമായി കർഷകർ. ഇതോടെ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.